എടാ സത്യം പറയണം, നിങ്ങൾ എത്ര തവണ പഠിക്കാനായിട്ട് മാത്രം ഇരുന്നിട്ടുണ്ട്? അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുക? ഓരോന്നിങ്ങനെ ചിന്തിച്ചിരുന്ന് വെറുതെ സമയം കളയല്ലേ ചെയ്യുക. അതൊരിക്കലും മടിയല്ല, അതാണെടാ സ്ട്രെസ്സ്. എടാ സ്ട്രെസ് എക്സാമിന് മുമ്പ് വരുന്ന നോർമലാണ്. ഇവൻ ഫുള്ള് പഠിച്ചവർക്ക് പോലും എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. സോ നമ്മളത് കൺട്രോൾ ചെയ്യുന്നതിലാണ് കാര്യം. അതിനുള്ള വഴി ഞാൻ എന്താക്കാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എടാ അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് വിത്ത് യുവർ യെസ്റ്റർഡേയ്സ് നോട്ട് വിത്ത് സമ്മൺസ് ടുഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന നിർത്തുക. ഓരോരുത്തർ പഠിക്കുന്ന സമയവും സ്പീഡും ഒക്കെ ഡിഫറൻറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇന്നലെ എത്ര പഠിച്ചു, നിങ്ങൾക്ക് ഇനി എത്ര പഠിക്കാനുണ്ട് എന്ന് വെച്ചിട്ട് എന്താക്കുക? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ അവൻ എത്ര പഠിച്ചു, അവൻ ഇത്ര പഠിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. സോ നിങ്ങൾ എന്താക്കുക? നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അതിൽ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൈൽ ഇൻറ്റൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന് മുമ്പൊക്കെ അറിഞ്ഞും കൊണ്ട് ചിരിക്കുക. ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് റിലാക്സ്ഡ് ആവുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിനൊക്കെ മുമ്പ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് അത്. 100% യൂസ്ഫുൾ ആവും. അതിൽ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് വാട്ടർ ഇൻടേക്ക്. നമ്മൾ പഠിക്കുന്നതൊക്കെ തലേ കയറ്റാണല്ലോ. തലേ കയറ്റണമെങ്കിൽ തലക്ക് കുറച്ച് റെസ്റ്റ് വേണമല്ലോ. അതുകൊണ്ട് സ്ലീപ്പ് മസ്റ്റാണ്. പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പിൽ വെക്കുക. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ എന്താക്കുക? ഇടയ്ക്കിടയ്ക്ക് സിപ്പ് കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനകത്താവും അത്രയും റിലാക്സ്ഡ് ആവും, നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സോ അത് മറക്കരുത്. ഈ നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? ഒരു ബാഡ് ഡേ നിങ്ങൾ എൻ്റയർ ഹാർഡ് വർക്കിനെ നിങ്ങൾ റൂയിൻ ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ ദിവസവും ഒരേപോലെ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. സോ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും കാരണവശാലോ അല്ലെങ്കിൽ മടി കൊണ്ടോ എന്തോ സ്കിപ്പായി പോയി എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ദിവസം നിങ്ങൾ അതോർത്തിരിക്കാതെ എന്താക്കുക? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും ചെയ്യിപ്പിക്കണ പോലെ സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അങ്ങനെ 2-3 ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് എന്താക്കുക? പഠിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ അവിടെ അവസാനിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. അത്രയേ ഉള്ളൂ. ആൻഡ് ഇതുപോലത്തെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക. ടാറ്റാ, ബൈ ബൈ.